ഗായ്സ്, വെൽക്കം ടു മേഡൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വീടിൻ്റെ ചുറ്റും മനോഹരമായ ചെടികളും പഴവർഗ്ഗങ്ങളുമുള്ള ഒരു പഴയ തറവാട് രൂപത്തിലുള്ള ഒരു വീടാണ്. ഈ വീട് രണ്ടും മൂന്ന് ഭാഗത്തായിട്ടാണ്. അതിൻ്റെയൊക്കെ മുമ്പിലേക്ക് റോസകൾ നിരത്തി വെച്ചിരിക്കുന്ന വമ്പൻ നല്ല സൂപ്പർ കാഴ്ച. തെറ്റുകൾ അതിൻ്റെ ഫ്രണ്ടിൽ കാണാം. അതിൻ്റെ മുമ്പിലായിട്ടൊരു കുളം കാണാം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫ്രണ്ടുകളിൽ മാവിൻ്റെ ഇനങ്ങൾ, പല ഇനത്തിൽപ്പെട്ട മാവുകൾ, അതിൻ്റെയൊക്കെ ഓരോ മൂട്ടിലും ഓരോ പേരുകളാണ്. പഞ്ചവർണ്ണ മാവുകൾ, ഇങ്ങനെ ഓരോ മൂട്ടിലും ഓരോ പേരുകൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കാണാൻ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. മൽഗോപ മാവ്, ഒരു കരികിലയോ ഒരു പോച്ചയോ ഇല്ലാത്ത മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാവെല്ലാം നിറയെ പൂത്ത് കിടക്കുക. അതിനകത്ത് അങ്ങിഞ്ഞൊക്കെ മാങ്ങ കടന്നും ഇതണക്ക് തന്നെ മറു സൈഡ് പൂക്കൾ കാണാൻ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ വീടിൻ്റെ മുമ്പ് വശത്ത് കാണാൻ സാധിക്കുന്നത്. മാവിനൊക്കെ ഓരോ പേരുകളാണ്. സിന്ദൂരം മാവ്, കുള്ളൻ മാവ്, ഇങ്ങനെ പല പേരുകളും. തായ്ലാൻഡ് കുള്ളൻ എന്ന് പറഞ്ഞ മാവാണ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്കിലും നമുക്കങ്ങോട്ട് മാങ്ങ കായ്ച്ചു കിടക്കുന്നുണ്ടോ, നിറയെ മാങ്ങകൾ കായ്ച്ചു കിടക്കുന്നു. ഇത് വിളയാറായിട്ടില്ല. ഇങ്ങനെ പല പല പേരുകളിലും പല ഇതിലുമുള്ള മാവുകൾ മാത്രമല്ല, ഇവിടെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഇവിടെ കണ്ടോ, മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ ഉണ്ടോ. നമുക്ക് ഈ കുളം നോക്കാം. കുളമൊക്കെ പെയിൻ്റ് അടിച്ച്, ആമ്പൽപ്പൂ കുളമൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി. അതിനകത്ത് 2-3 സൈസ് പൂക്കളുണ്ട്. ഇതിനകത്ത് മീനുമുണ്ട്. ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫൈറ്ററിനെയാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു കാഴ്ച തന്നെയാണ്. വീട്ടിൻ്റെ മുമ്പിലൊരു കുളമൊക്കെ രാവിലെ നമുക്ക് എണ്ണിച്ച് വരുമ്പോൾ തന്നെ ഇത് കാണാൻ തന്നെ നല്ല കാഴ്ചയായിരിക്കും. ഒരു കുളം എന്തായാലും വല വെച്ചിരിക്കുന്ന മീനെ പിടിക്കാനായിരിക്കും. ഒരു ഫൈറ്റർ അല്ലാതെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറിയുടെ ഇനങ്ങളാണ് ഇവിടെ. ഈ പച്ചക്കറി സൈഡാണ് ഈ സൈഡ്. പച്ചക്കറിയുടെ ഒരുപാട് ഐറ്റങ്ങൾ ഉള്ളതാണ്. ചീമപ്പുളിയൊക്കെ നിറയെ കായ്ച്ചു കിടക്കുകയാണ്. കണ്ടോ, ചീമപ്പുളി, പേര എന്ന് വേണ്ട എല്ലാ ഐറ്റം പുളിയൊക്കെ ആവശ്യത്തിന് അറിഞ്ഞ് കായ്ച്ചിരിക്കുകയാണ്. കേട്ടോ, കൊത്തിന് കാരി കിടക്കുക. തറയിലൊക്കെ ആവശ്യത്തിന് കിടക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെ ഈ ചീമപ്പുളി എന്നാണ് ഇതിനെ പറയുന്നത്. എന്തായാലും നിറയെ പുളിയുണ്ട്. പൂത്ത് പഴുത്തും താഴെ വീണ് കിടക്കുക. കണ്ടോ, പുളികൾ ഇങ്ങനെ കായ്ച്ച് ഇറങ്ങൽ പോലെ കായ്ച്ച് കിടക്കുന്നു. പുളി, നിങ്ങളവിടെ ഈ പുളിക്ക് എന്താ പേര് പറയുന്നതെന്ന് കമൻറ്റിലായിട്ട് ഇടുന്നിരുന്നേ. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് അടുത്തത് നമുക്ക് അവിടെയും ഒരു 2 മൂട് പുളിയാണ്. ഇവിടെ ഒരു മൂട് പുളിയുണ്ട്. അതിലും കായ്ച്ച് കിടക്കുക. നിറയെ കായ്ച്ച് കിടക്കുക. കണ്ടോ, ഇഷ്ടം പോലെ പുളി ഇങ്ങനെ തറയിൽ വീണ് കിടക്കുക. പുളിക്കൊന്നും വലിയ വലിപ്പമൊന്നുമില്ല. എല്ലാം ചെറിയ പുളിമരമാണ്. എല്ലാം ഇറങ്ങൽ പിടിച്ച് കായ്ച്ച് കിടക്കുന്ന സംഭവമാണ്. എന്തായാലും മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഓടിപൊളി ഇങ്ങനെ പുളികൾ, അത് വാഴ കഷ്മാവ് അങ്ങനെ കായ്ച്ച് കിടപ്പുണ്ട്. എന്തായാലും ഉണ്ട് അതിനകത്ത് കഷ്മാവ്. ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിനും ഓരോരോ ഇനത്തിലുള്ള ഓരോ ഐറ്റം ഉണ്ട്. പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. പച്ചക്കറി ഭാഗം പേരയ്ക്ക ആണെങ്കിൽ ഇതിനകത്തുണ്ട്. പേരയ്ക്കകൾ
കണ്ടോ, പേരയ്ക്ക പഴുത്ത് കിടക്കുക. നമുക്ക് കണ്ടോ പേരയ്ക്ക പേരടഞ്ഞോട്ട് ഇറക്കിയപ്പോൾ ആരംപുളി ചെയ്യുന്നത്. ഇതാണ് ആരംപുളി. അതിനകത്തും കായ്ച്ച് കിടക്കുകയാണ്. അതിനകത്തും പുളിയുണ്ട്. കണ്ടോ, അത് തട്ടപ്പോഴേ താഴെ പോയി. കണ്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള ഇതാണ് ആരംപുളി എന്ന് ഞങ്ങളിവിടെ പറയുന്നത്. പുളി ഇതിനകത്ത് ഇനിയും ഉണ്ട്. ഇങ്ങനെ കിടക്കുക. കണ്ടോ, കായ്ച്ച് കിടപ്പുണ്ട്. പുളികൾ, ആവശ്യത്തിനുള്ള പുളികൾ ഇതിനകത്ത് കിടപ്പുണ്ട്. എല്ലാ പലവർഗത്തിനകത്തും എല്ലാം കാകൾ കിടപ്പുണ്ട്. കാണാൻ നല്ല കണ്ടോ, ചുറ്റിനും ഓരോ പഴവർഗ്ഗങ്ങൾ കൊണ്ട് നിറച്ചിട്ടിരിക്കുന്ന ഒരു വീടാണ്. അതുകൊണ്ട് പച്ചക്കറികളും എന്തായാലും തൊട്ടിപ്പുറത്ത് കുടംപുളി. അതിനകത്ത് എന്തായാലും കായില്ല. കുടംപുളിയുടെ മരമാണ് ഈ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ഓമയ്ക്ക, പപ്പായ എന്നൊക്കെ പറയുന്നത് ഇതാണ് സംഭവം. കണ്ടോ, പപ്പായം. പിന്നെ ഇതൊരു ചെടിയാണ്, പഴയ ചെടിയായിരുന്നു ഇത്. ഇങ്ങനെ ചുറ്റിനും ഒരേ പഴവർഗ്ഗങ്ങൾ കൊണ്ട് നിറച്ചിട്ടിരിക്കുക. എന്തായാലും കാണാൻ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ. എല്ലാം നല്ല വൃത്തിയാക്കിയ, ഒരു കരിയില ഒരു പോച്ചയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. പുളിയുടെ പമ്പൻ ശേഖരം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു അടുത്തത് നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോൾ കണ്ടോ, മൂട്ടിപ്പഴം, റംബുട്ടാന്, മൂട്ടിപ്പഴത്തിനകത്ത് പൂക്കളിങ്ങനെ ഉണ്ട്. കായില്ലെങ്കിലും പൂക്കളുണ്ട്. മൂട് മുതലേ പൂക്കൾ ഇങ്ങനെ കായ്ച്ചു കിടക്കുകയാണ്. മൂട്ടിപ്പഴം ഇല്ലെങ്കിലും പൂവുണ്ട്. അടുത്തതായി നമുക്ക് മൂട്ടിയുടെ ഒരു ഇല കണ്ടോ, ഇതാണ് മൂട്ടിയുടെ മരത്തിൻ്റെ ഇല. നല്ല തണുത്ത കാറ്റുള്ള അന്തരീക്ഷമാണ്. അടുത്ത് നമുക്ക് വീടിൻ്റെ മറു സൈഡ് പോയ അമ്പഴങ്ങ, ചെറിയ അമ്പഴത്തിൽ തന്നെ പൂത്തിങ്ങനെ കായ്ച്ചു നിൽക്കുകയാണ് അമ്പഴങ്ങ. എവിടെയൊക്കെ എന്താണ്ടൊക്കെ ഇങ്ങനെ നട്ടിരിക്കുന്നത്. ഇതാണ്ടൊക്കെ എന്തൊക്കെയോ പേരാ. ഫ്രണ്ടിൽ തന്നെ കണ്ടോ, ഒരു ഗാർഡൻ തോറ്റു പോകും. കണ്ടോ, മാന്തലിട്ട് അതിന് വേണ്ടി ബ്ലാഷം പൂട്ടും വേറെ എന്താണ്ടൊക്കെയോ ഉണ്ട്. അതിനകത്ത് ഒരു കുളമുണ്ട്. നല്ല അടിപൊളി കാഴ്ച തന്നെയാണ്. കണ്ടോ, പൂക്കളും കിണറൊക്കെ നല്ല വൃത്തിക്ക് പെയിൻ്റ് അടിച്ചിട്ടേക്കുക. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, ചെറിയ പൂക്കൾ. എല്ലാം കാണാൻ തന്നെ നല്ല കാഴ്ച, നല്ല കാഴ്ച, നല്ല മനോഹരമായ കാഴ്ച. അതിമനോഹരമായ കാഴ്ചയാണ്. കണ്ടോ, ഇത് രാജഗന്ധ പൂവ്. ഇതാണ് ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാന്ന് പറയുന്നത്, മഞ്ഞപ്പൂക്കളുള്ള. എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. വീടിൻ്റെ ചുറ്റിനും ഓരോരോ പഴവർഗ്ഗങ്ങളും ചെടികളും ഒക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു പഴയ വീടിൻ്റെ പഴയ രൂപത്തിലുള്ള, പഴയ പണ്ടുള്ള ആൾക്കാരെങ്ങനെ താമസിച്ചിരുന്നത് അതുപോലൊക്കെയുള്ള ഒരു വീടിൻ്റെ രൂപമാണ് ഇവിടെ. മുറ്റമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇട്ടേക്കില്ലേ. കണ്ടോ, ഇതാണ്ടോ കൊച്ചു സാധനം കാഴ്ച കിടക്കുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത്